വരുമ്പോൾ ഭാര്യമാരെന്ത് ചെയ്യണമെന്നത് തൽക്കാലം ഓലോടായിട്ട് കൊനിഞ്ഞു നോക്കാൻ പറയും. എന്ത്? തൽക്കാലം ഓലോടായിട്ട് കൊനിഞ്ഞു നോക്കാൻ പറയുന്നു. ഇക്കിളി മജ്ലിസ് കൊണ്ടൊന്നും വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. തൽക്കാലം കുറച്ച് കറാമത്തൊന്ന് അടിച്ചു കയറ്റിയാലോ എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ കറാമത്തിലേക്ക് കടക്കാം. അപ്പൊ കറാമത്ത് കണ്ടോ കേട്ടോ, കറാമത്ത് ഭയങ്കര കറാമത്താണ്. ആള് എണീറ്റ് ഓടി. അപ്പൊ വേങ്ങരയത്തെ മജ്ലിസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. വേങ്ങരയിലെ മജ്ലിസിൽ വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കൊടുത്ത സമയത്ത് 7 വർഷമായി അനങ്ങാതെ കിടന്ന ആള് എണീറ്റ് ഓടി. പക്ഷെ വേങ്ങരയിൽ മജ്ലിസ് നടത്തിയിട്ടുള്ളത് ജന്മനാ നടക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ കറാമത്തൊന്നും പറ്റില്ല കേട്ടോ. പൈസ മാന്തിക്കൊണ്ടുള്ള കറാമത്ത് നടക്കുള്ളൂ. ഈ വരുമാനം ഇങ്ങോട്ട് വരുന്ന കറാമത്ത് വേണം. വരുമാനം അങ്ങോട്ട് പോകുന്ന കറാമത്താകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? പിരിവിനിലാവിന്റെ ഒരു പ്രത്യേകത കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കണം. പിരിവിനിലാവ് ആത്മീയ വ്ളോഗിങ്ങിലേക്ക് പല പ്രേക്ഷകരും ഒരുപാട് സംശയങ്ങൾ, ആരാധകരായിട്ടുള്ള ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഇന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരാളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഉസ്താദെ, പിരിവിനിലാവ് പോലൊരു മജ്ലിസ് എനിക്കും തുടങ്ങണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും ഇതൊരു ട്രേഡ് സീക്രട്ടാണ്, പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാലും നമ്മൾ പറഞ്ഞുതരാം. കാരണം നിങ്ങളും വളരണമല്ലോ നമ്മളെ കൂടെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ. ഭാര്യ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം, ഭർത്താവ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം, ഭാര്യ അടിയിൽ കിടക്കുന്നതാണോ ഭർത്താവ് മുകളിൽ കിടക്കുന്നതാണോ നല്ലത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ്, കിടപ്പറ ടിപ്സ് നമ്മൾ കൊടുക്കണം. കിടപ്പറ ടിപ്സ് അത് ആത്മീയ വ്ളോഗിങ്ങിൻ്റെ ഒരു ഇതിലൂടെ കൂട്ടിക്കലർത്തി കൊടുക്കുന്ന സമയത്ത് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിലേക്ക് കടത്തും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷെഡ്ഡി ഉണങ്ങാട്ട പോലെ ഒരു താടി ആക്കണം. ഇതുപോലുള്ള താടിയൊന്നും ചെയ്യില്ല. ഷെഡ്ഡി ഉണങ്ങാട്ട പോലുള്ള ഒരു താടി, അതിൻ്റെ മുകളിൽ ഷെഡ്ഡി ഉണങ്ങാട്ട മാതിരി ഒരു താടി, ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് മീശൊക്കെ പറ്റ കൊണ്ട് പഠിച്ചാളണം. ഒക്കെ ഇതിൽ പെട്ടതാണ് കേട്ടോ. ഒക്കെ മതം പറയുന്ന രീതിയിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനം ചെയ്യുക. പിന്നെ നല്ല ചുണ്ടൊക്കെ കൊണ്ട് ചോപ്പിച്ചിട്ട് കണ്ണിൽ സുറുമെഴുതിയ മിഴികരിൽ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളിൽ ഇടയ്ക്ക് പ്രണയഗാനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാളിലൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കുറച്ച് മൊഞ്ചായിട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള കടപ്പറ ടിപ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരും. സ്ത്രീകളാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഫണ്ട് എറിയുന്ന ആൾക്കാർ. ഏത് ഓരോരുത്തർ ഈ ആണുങ്ങളടുത്ത് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തർ മൊബൈൽ ഫോണും വാച്ചൊക്കെ ഉണ്ടാവും. അത് കിട്ടിയിട്ട് വലിയ കാര്യം. നമ്മൾ സ്ത്രീകളടുത്ത് സ്വർണം, ചെയിന്, വാളമല എന്തായാലും വേണ്ടില്ല, ആഭരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ ആഭരണങ്ങൾ ഉരുത്തരും. പിന്നെ പുജാപ്പള ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുമല്ലോ, അന്നേരം അതിന് മാസം 20,000 അയക്കുമ്പോൾ ഒരു 10,000 നമുക്ക് ഇങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ മജ്ലിസൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ഇതാക്കുമ്പോൾ ഈ കിളി പിടിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ഫാത്തിമൻ്റെ സൂറൻ്റെ ഒക്കെ കമൻറ്റ് കാണുന്ന സമയത്ത് ഔക്കറും അബ്ദും ഒന്ന് വെറുതെ ഇരിക്കില്ലല്ലോ, ഓലും വന്ന് കൂടും. ഓലിങ്ങനെ വന്ന് കൂടിയിട്ട് അവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അതൊരു വലിയൊരു സംഭവമായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മജ്ലിസുകൾ നടത്തണം. മജ്ലിസുകൾ നടത്താന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓല് വിളിക്കുന്ന പരിപാടിക്കല്ല നമ്മൾ കൊണ്ട് നമ്മളതായിട്ടുള്ള പരിപാടിയായിട്ട് നമ്മൾ ബക്കറ്റുമായിട്ട് പോവുക, നമ്മളെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ രീതിയിൽ പിരിക്കുക. ഓല് വേണമെങ്കിൽ പിരിച്ചോട്ടോക്ക് കിട്ടി പോയാൽ പോയി, പക്ഷെ നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വേറെ, ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ തട്ടിമുട്ടി അങ്ങനെ പോകും. കാരണം യൂട്യൂബിൽ നിന്ന് മാസം ഒരു 4-5 ലക്ഷം രൂപ, പിന്നെ അതുപോലെ തന്നെ ഒരു മജ്ലിസ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10-15 ലക്ഷം രൂപ, അങ്ങനെ ഒരുവിധം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ യൂട്യൂബിൽ അത്യാവശ്യം നമ്മൾ സ്റ്റാർ വാല്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ മജ്ലിസൊക്കെ നടത്തി നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ഉദ്ഘാടനം കിട്ടും. ഉദ്ഘാടനം എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ സെലിബ്രിറ്റി ആണല്ലോ, നമ്മൾ എല്ലാ ഉദ്ഘാടനത്തിനും നമ്മൾ പോകണം. സ്ത്രീകൾ ഔറത്ത് മറിക്കാത്താണെങ്കിലും പുരുഷന്മാർ ഔറത്ത് മറിക്കാത്താണെങ്കിലും ഒക്കെ നമുക്ക് പോകാം. മൊല്ലാക്കക്ക് നടന്നും പാത്താന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പിന്നെ ഈ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഈ മജ്ലിസൊക്കെ കണ്ട് മയങ്ങിയിട്ട് നമ്മളെ മുഞ്ചിൽ മയങ്ങിയിരിക്കണോണ്ട് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് ശ്രദ്ധിക്കാനൊന്നും വരില്ല. നമുക്ക് എന്താ വെച്ചാൽ കിട്ടുന്നിടത്തൊക്കെ പോരണം, മാക്സിമം അങ്ങനെ പോരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ മൂപ്പരെ കൊച്ചാക്കാനൊന്നും നോക്കണ്ട, ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട്. മൂപ്പരെ ഖേടിയിലും പ്രസംഗമൊക്കെ നടത്തുന്ന ആളാ. ആ വേണമെങ്കിലും ആവും കൂടി ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. ചുരുക്കി പറഞ്ഞ കിടപ്പറ വിട്ടുങ്ങാണ്ടുള്ള ഒരു കളിയുമില്ല. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. തീർത്തും പക്വതയില്ലാത്ത ഒരു ചെക്കൻ സ്ത്രീകളെ മയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് ലിപ്സ്റ്റിക് ഇട്ട് വന്നിട്ട് കുറച്ച് കിടപ്പറ കഥകളും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെ മതത്തിനോട് കൂട്ടിക്കുഴച്ചിട്ട് ഒരു ഭക്തിയുടെ ഒരു രൂപമാക്കി അത് മാറ്റിയെടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളെ ആരാധിക്കാനും അങ്ങനെയുള്ള ആളുകളെ ജയ് വിളിക്കാനും അങ്ങനെയുള്ള ആളുകൾ പറയുന്നതാണ് മതമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വഴിതെറ്റിപ്പോകാനും മാത്രം ബുദ്ധിശൂന്യരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമമുണ്ട്. എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഇത്തരം ആളുകളെ ഇത്തരത്തിൽ, അതായത് ഇത്തരം പ്രണയഗാനങ്ങൾ പാടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അനിസ്ലാമികമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള പ്രഭാഷണം
നടത്താൻ എന്ന പേരിൽ ഇസ്ലാമികമല്ലാത്ത വേഷത്തിൽ, ഇസ്ലാമികമായ വേഷം എന്ന് പറയുമ്പോൾ ആ തലപ്പാവ് മാത്രം ഇസ്ലാമിക വേഷമാണ്, അതിൻ്റെ അപ്പുറം ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു രീതിയില്ല. തൻ്റെ ജീവിതത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഒരു തത്വങ്ങളും പകർത്താത്ത ഒരു മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നതാണ് മതം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളുടെ പുറകെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.